എന്നിട്ട് ഇപ്പോഴും എഴുതുന്നുണ്ട്, പത്രത്തിൽ ചിലർ എഴുതുന്നുണ്ട്, ഞാൻ ആദ്യം അഭിനയിച്ചത് ഹിന്ദി പടത്തിലാണ്. ആ രാമോഹരിയായിട്ട് തന്നെയാണ് ഈ ഹിന്ദി പടത്തിൽ ഞാൻ അഭിനയിക്കാനും പ്രധാന കാരണം. അമച്വർ നാടകത്തിൻ്റെ ചട്ടക്കൂടാണ് അവിടുത്തെ ഷൂട്ടിങ്. ഇതെല്ലാം അവിടെ ടൈമിന് വലിയ വിലയൊന്നുമില്ല. വില്ലൻസിൻ്റെ ക്യാരക്ടറൊക്കെ വന്നു, ഞാൻ അതുകൊണ്ട് അതങ്ങ് വിട്ടു. ഇതാണ് അമിതാഭ് ബച്ചനാണ് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ആദ്യമായിട്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അമിതാഭിനെ പരിചയപ്പെടുന്നതും ആദ്യമായിട്ട് കാണുന്നതാണ്. പലരും ചോദിക്കാറുണ്ട് ഞാനെങ്ങനെയാണ് ഈ സാത്ത് ഹിന്ദുസ്ഥാനി എന്ന് പറയുന്ന ഹിന്ദി പടത്തിൽ ഖ്വാജ അഹമ്മദ് അബ്ബാസ് അദ്ദേഹം നിർമ്മിച്ച് സംവിധാനം ചെയ്ത ആ പടത്തിൽ എങ്ങനെ പെട്ടു, എങ്ങനെ അതിൽപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നു. ആ പടത്തിൻ്റെ ഉദ്ദേശം തന്നെ ഇന്ത്യയിലെ ഡിഫറൻറ്റ് പ്രോവിൻസസിലുള്ള സ്റ്റേറ്റ്സിലുള്ള ഡിഫറൻറ്റ് ഭാഷകൾ സംസാരിക്കുന്നതായിട്ടുള്ള 7 ആളുകളെ കൊണ്ട്, അതാണ് സാത്ത് ഹിന്ദുസ്ഥാനി, 7 ഇന്ത്യൻസ്. അപ്പോൾ ഇന്ത്യയിൽ തന്നെയുള്ള ഡിഫറൻറ്റ് ഭാഷീസ് അവരെ കൊണ്ട് അഭിനയിപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അത് ഈ 7 പേരുമായിട്ട് ഗോവ ലിബറേഷന് വേണ്ടിയിട്ട് പോകുന്ന ഒരു ചെറിയ സംഘം, ഗോവ ലിബറേഷന് വേണ്ടിയിട്ട് പോകുന്ന വോളണ്ടിയേഴ്സാണ് ഈ സാത്ത് ഹിന്ദുസ്ഥാനി. അതാണ് കഥ. ചെമ്മീൻ എന്ന പടത്തിൽ കരിക്കുടിയുടെ റോള് ഒക്കെ രാമോഹരിയായിട്ട് തന്നെ. ആ രാമോഹരിയായിട്ട് തന്നെയാണ് ഈ ഹിന്ദി പടത്തിൽ ഞാൻ അഭിനയിക്കാനും പ്രധാന കാരണം. അദ്ദേഹത്തിനോട് ബോംബെയിലും കണ്ട് പോയപ്പോൾ അബ്ബാസ് സാഹിബ് ചോദിച്ചു, ഇങ്ങനെയാണ്, അപ്പോൾ ഒരാളെ സൗത്തിൽ നിന്ന് എടുക്കുന്ന ഒരാൾ കേരളത്തിൽ നിന്ന് വേണമെന്ന് ആഗ്രഹമുണ്ട്, അവിടെ ആരെ എടുക്കാമെന്ന് ചോദിച്ചപ്പോൾ അതിപ്പം സംശയിച്ചിട്ട് കാര്യമില്ല. ഒന്നാമത് ക്യാരക്ടറിനെ പറ്റിയ ആളാണ്, മറ്റൊന്ന് ഹിന്ദി അറിയാം, മലയാളിയാണെങ്കിൽ ഹിന്ദി അറിയാമെങ്കിൽ അതുകൊണ്ട് മധുവായിരിക്കും നല്ലത്. നല്ല കാലത്തിന് അബ്ബാസ് സാഹിബ് അപ്പോൾ ഇങ്ങോട്ട് ട്രിവാൻഡ്രത്ത് വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ബുക്കുകളുടെ ട്രാൻസ്ലേഷൻസ് അതിവിടെ പ്രസിദ്ധീകരിച്ച് പല എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാൻ ഈ പ്രസാധകർ വിളിച്ചിട്ട് വന്നതാണ് അദ്ദേഹം. വന്ന കൂട്ടത്തിൽ ഇവിടെ വന്നിട്ട് കാര്യമായിട്ട് കൊടുത്തയച്ചതനുസരിച്ച് ടെലിഫോൺ നമ്പർ ഉണ്ടായിരുന്നു, അദ്ദേഹം എന്നെ വിളിച്ചു. ഞാൻ പോയി അദ്ദേഹത്തെ കണ്ടു. അദ്ദേഹം ഇവിടെ വീട്ടിൽ വന്നു, ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിച്ചു. അങ്ങനെ ആണ് ഞാൻ അതിൻ്റെ അഭിനയിക്കാൻ പോയത്. അവിടെ പോയി വലിയ രസമായിരുന്നു. ഒരു സിനിമയിൽ അഭിനയിക്കുന്ന രീതിയിലുള്ളതൊന്നുമില്ല. ഞാൻ ഈ സിനിമയിലേക്ക് വന്നത് അമച്വർ നാടകത്തിൽ കൂടിയാണല്ലോ. ഒരു അമച്വർ നാടകം ടൈപ്പ് ഓഫ് സിനിമ. അവിടെ ഈ താരമല്ലാത്തതും ബാക്കി സിനിമയുടെ ചട്ടക്കൂടുകളൊന്നുമല്ല, വെറും അമച്വർ നാടകത്തിൻ്റെ ചട്ടക്കൂടാണ് അവിടുത്തെ ഷൂട്ടിങ്. ഇതെല്ലാം എല്ലാവരും തന്നെ അബ്ബാസ് സാഹിബ് പോലും ബാക്കിയുള്ളവരെ കൂടെ ഇങ്ങനെ കിടന്നുറങ്ങുകയും ഒരുമിച്ച് കഴിക്കുകയും അതെല്ലാം ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ഉള്ളത്. അവിടെ പോയി അതിൽ അഭിനയിച്ചു. അതിൽ ഏറ്റവും എല്ലാവർക്കും എനിക്കും അഭിമാനവും സന്തോഷവും ഇന്നും ഉള്ളത് അതിൽ അഭിനയിക്കാനായിട്ട് ഒരു പൊക്കം കൂടി ഒരു ചെറുപ്പക്കാരൻ, ഞങ്ങൾ അവിടുന്ന് ഗോവയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഒരു പുതിയ ചെറുപ്പക്കാരൻ വന്നു അബ്ബാസ് സാഹിബിനെ പരിചയപ്പെടുത്തി. ഇതാണ് അമിതാഭ് ബച്ചനാണ് ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാനായിട്ട് ആദ്യമായിട്ട് വന്നിരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അമിതാഭിനെ പരിചയപ്പെടുന്നതും ആദ്യമായിട്ട് കാണുന്നതെന്നാണ്. ആ അമിതാഭ് ഞാൻ പറയണ്ടല്ലോ എവിടെ നിൽക്കുന്നു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പോയി. ഇപ്പോൾ ഷൂട്ടിങ് മുഴുവനും ഗോവയിലായിരുന്നു. അതിൽ പല സ്ഥലങ്ങളിലും, ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ 10-20 പേര് പോയി കഴിഞ്ഞാൽ ഒരു TB പോലെ ഒരു സർക്കാർ ബിൽഡിംഗ് മാത്രം ഉണ്ടാവും കാട്ടിൻ്റെ അകത്ത്. എല്ലാവരും കൂടെ അതിനകത്ത് കിടന്ന് സന്തോഷമായിട്ട് ഷൂട്ട് ചെയ്യും. അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് നേരത്തെ പറഞ്ഞല്ലോ, ഉത്പൽ ദത്ത് ഉണ്ടായിരുന്നു. അദ്ദേഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മുതിർന്നയാൾ. അദ്ദേഹത്തിൻ്റെ പ്രത്യേക സ്ഥാനവും ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിന് ശേഷം ഉണ്ടായിരുന്നത് ജലാൽ ആഗ എന്ന് പറയുന്ന പഴയ കൊമേഡിയൻ്റെ മകൻ ആഗ, ഇപ്പോൾ ഇല്ല. പിന്നെ മെഹമ്മൂദ് എന്ന് പറയുന്ന അന്നത്തെ വലിയ കൊമേഡിയൻ്റെ അനിയനൊരാൾ. പിന്നെ ഇന്നത്തെ വലിയ ഡയറക്ടർ അൻവർ,
പിന്നെ ആകെയുടെ തന്നെ അനിയത്തി ഒരു പെൺകുട്ടി. അതാണ് ഈ 7 പേരിൽ ഒരാൾ മാത്രമേ ഉള്ളൂ, അത് പെൺകുട്ടിയാണ്. അപ്പോൾ അതിങ്ങനെ അവിടെ പോയിട്ടങ്ങനെ ഒരു എന്താ പറയുക, ഒരു എക്സ്കർഷൻ പോലെയോ അതിൻ്റെ കൂടെ നാടകം, ഒരു അമച്വർ നാടകമുള്ളതുപോലെയോ എന്തെയൊക്കെ ആയിട്ടൊരു വളരെ സന്തോഷമുള്ള ഒരു സമയമായിരുന്നു സിനിമയുടെ കൂട്ടത്തിൽ. അതിൻ്റെ ഇടയിൽ ഷൂട്ടിങ്ങും നല്ല എൻജോയ് ചെയ്തൊരു പടമാണ് സാത്ത് ഹിന്ദുസ്ഥാനി. നേരത്തെ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് സാത്ത് ഹിന്ദുസ്ഥാനിയായിട്ട് പല ബന്ധവുമുണ്ട് സിനിമയ്ക്കും എനിക്കും. ഈ സാത്ത് ഹിന്ദുസ്ഥാനിയിലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന വഴിക്കാണ് ഞാൻ ഇത് പ്രിയ എന്ന് പറയുന്ന പടത്തിൻ്റെ വൺ ഓഫ് ദി പ്രൊഡ്യൂസേഴ്സായ അബുവിനെ കണ്ടതും അതിൻ്റെ കാര്യങ്ങൾ തുടർന്നു പോയതും. പക്ഷേ എല്ലാവരും ചോദിക്കേണ്ടേ, അവിടെ പോയിട്ട് ഈ സാത്ത് ഹിന്ദുസ്ഥാനിയിൽ അഭിനയിച്ചു, അത് നന്നായിട്ട് വന്നു. പടം അഭിനയിച്ച എനിക്കും നല്ല പേരായിരുന്നു അതിനകത്ത്. ടൈറ്റിലിൽ എൻ്റെ പേരായിരുന്നു ആദ്യം ഈ പടത്തിൻ്റെ ടൈറ്റിൽ. അപ്പോൾ അത് തന്നെ എന്താണെന്ന് പറയാൻ ഒരു ലിസ്റ്റാണ്. പലരും വിളിച്ചു അഭിനയിക്കാൻ. അതിന് ശേഷം പോയി നോക്കിയപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഇതും നമ്മുടെ ടൈമിന് വലിയ വിലയൊന്നുമില്ല. ഇവിടെ 5 പടം ചെയ്യുന്ന സമയത്തുണ്ട് അവിടെ ഒരു പടം തീർക്കാൻ പറ്റുള്ളൂ. ഇവിടെ പടങ്ങൾ കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഡേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ് എല്ലാം വേസ്റ്റാകും. അവിടെ ഡേറ്റ് വേസ്റ്റായിരുന്നാൽ ഷൂട്ടിംഗ് ക്യാൻസലായാൽ അവർക്ക് സന്തോഷമാണ്, കാരണം എൻജോയ് ചെയ്യാമല്ലോ. ഇവിടെ അങ്ങനെയല്ല, ഓരോ ദിവസം പോകുമ്പോഴും ഇതാണ്. പിന്നെ ഈ ക്യാരക്ടറിൻ്റെ കാര്യത്തിൽ ഞാൻ അന്ന് അത് ഒരു മരം ചുറ്റി ഓടാൻ പ്രായം അല്ലത് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് അധികവും വന്നതൊരുമാതിരി നമുക്കിഷ്ടമില്ലാത്ത ക്യാരക്ടേഴ്സ്, നല്ല ക്യാരക്ടേഴ്സാണ്, പക്ഷേ ഈ രജിസ്റ്റേർഡ് വില്ലൻസിൻ്റെ ക്യാരക്ടറൊക്കെ വന്നു. ഞാൻ അതുകൊണ്ട് അതങ്ങ് വിട്ടു. അത് വിടേണ്ടി വന്നു. കാരണം ഞാൻ അതിനുള്ളിൽ ഞാൻ തന്നെ സ്വന്തം പ്രൊഡക്ഷനും ഡയറക്ഷനും ഈ സ്റ്റുഡിയോയുടെ വർക്കുമൊക്കെ തുടങ്ങിയ കാലമായിരുന്നു. എനിക്കത് പിന്നെ ഒരിക്കൽ ഒരു ഡേറ്റ് കൊടുത്തത് പോകാൻ സാധിക്കാതെ വന്നപ്പോൾ അവർ ഡേറ്റ് കൊടുത്തത് ക്യാൻസൽ ചെയ്തു. പിന്നെ വേറെ ഡേറ്റ് ഒരു 20 ദിവസം വേണമെന്ന് പറഞ്ഞിട്ട് എഴുതി വന്നു. അത് ഒക്കില്ലെന്ന് പറഞ്ഞപ്പോൾ കേസ് കൊടുക്കുന്നു. ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കാൻ പറഞ്ഞിട്ട് അതവിടെ ഈ ഹിന്ദി ഇടപാട് നമുക്ക് പറ്റില്ല. സിനിമ മോശമായിട്ടല്ല, നമുക്ക് പറ്റില്ല എന്നെനിക്ക് തോന്നി. എനിക്ക് പറ്റില്ല എന്ന് തോന്നി. ഞാനങ്ങനെ ഹിന്ദിയിൽ പോയില്ല. അവിടെ സാത്ത് ഹിന്ദുസ്ഥാനിയിൽ അഭിനയിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് ഇങ്ങനെ കുറേ സിനിമാക്കാരെ വിളിച്ചു എന്നുള്ളതല്ലാതെ എനിക്ക് ഈ സിനിമ എൻ്റെ ലൈഫിൽ, എൻ്റെ കരിയറിൽ അതുകൊണ്ടൊരു ലിസ്റ്റൊന്നും ഉണ്ടായില്ല. സന്തോഷമുള്ള കാര്യമാണ്. അബ്ബാസ് മുതൽ ഇങ്ങോട്ടുള്ള ആളുകളെല്ലാം പരിചയപ്പെടാൻ സാധിച്ചു, പലരെയും പരിചയപ്പെടാൻ സാധിച്ചു. ബോംബെയിലുള്ള ആർട്ടിസ്റ്റിനെയും ടെക്നീഷ്യൻസിനെയും ഒക്കെ. അത് ഒരു സന്തോഷമുണ്ട്. ഇന്നും ഈ പല പത്രക്കാരും എഴുതുന്നത് മധു ആദ്യമായി ഹിന്ദി സിനിമയിലാണ് അഭിനയിച്ചത്, സാത്ത് ഹിന്ദുസ്ഥാനിൽ. അത് കഴിഞ്ഞിട്ടാണ് മലയാളത്തിൽ അഭിനയിക്കാൻ തുടങ്ങി. ഇത് 1969 സാത്ത് ഹിന്ദുസ്ഥാനി. ഞാൻ വന്നത് 62-ലാണ്. ഞാൻ ഈ സാത്ത് ഹിന്ദുസ്ഥാനി അഭിനയിക്കാൻ പോയപ്പോഴാണ് 40 പടത്തിൽ കൂടുതൽ അഭിനയിച്ച് കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ട് ഇപ്പോഴും എഴുതുന്നുണ്ട്, പത്രത്തിൽ ചിലർ എഴുതുന്നുണ്ട് ഞാൻ ആദ്യം അഭിനയിച്ചത് ഹിന്ദി പടത്തിലാണ്. അതാണ് അതിനുള്ളൊരു പ്രത്യേകത.